ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ നഴ്സുമാർ വീണ്ടും സമര പന്ഥാവിൽ പ്രവേശിച്ചിരിക്കുക. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. 2011-12 കാലത്താണ് ഇവരുടെ അതിഗംഭീരമായ സമരം കേരളത്തെ പിടിച്ചു കുലുക്കിയത്. അന്ന് പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ മുമ്പിലൊക്കെ സമരമുണ്ട്. ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഈ നഴ്സുമാരെ സംഘടിപ്പിച്ചത്. ഇയാളുടെ പേര് ജാസ്മിൻ ഷാ എന്നായതുകൊണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഉണ്ടാക്കിയ ഒരു കഥ എന്ന് വെച്ചാൽ ഇയാൾ യഥാർത്ഥത്തിൽ ഒരു SDPI കാരനാണ്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ഉടമസ്ഥയിലുള്ള ആശുപത്രികളെ തകർക്കാൻ വേണ്ടി ഇയാളെ മറ്റ് ചില ദുഷ്ടശക്തികൾ രംഗത്തിറക്കിയിരിക്കുകയാണ് എന്നൊക്കെ. അതൊന്നും വിലപ്പോയില്ല. ഒരു സ്റ്റേജ് ഇപ്പോൾ ഈ മാനേജ്മെന്റുകളൊക്കെ UN എന്ന് പറഞ്ഞ ഇവരുടെ സംഘടനയുമായിട്ട് സന്ധി ചെയ്യുകയും നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ അല്പസ്വല്പമൊക്കെ ഭേദപ്പെടുത്തി കൊടുക്കുകയും. സമരം പൂർണ്ണമായിട്ട് വിജയിച്ചില്ല, സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയും ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതിയിലും പല കേസുകളൊക്കെ ഉണ്ട്. പല മാനേജ്മെന്റുകളും ഈ UN-കാരുടെ സമരം ഈ ആശുപത്രിയിൽ പാടില്ല, ആശുപത്രിയുടെ പഠിക്കൽ സമരം ചെയ്യാൻ പാടില്ല, ആശുപത്രി പഠിക്കലിൽ നിന്ന് 100 മീറ്റർ ദൂരെ വേണം സമരം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് റിട്ട് ഹർജികളും ഒക്കെ ആയിട്ട് വന്നു. ചേർത്തലയിലെ ഒരു ആശുപത്രിയുടെ കേസ് വളരെ പ്രമാദമായി നടന്ന് ഞാനിപ്പോൾ ഓർക്കും. ഏതായാലും അന്ന് ഈ സമരകാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ മിക്കവാറും മിക്കവാറും എല്ലാം നഴ്സുമാർക്ക് എതിരും ആശുപത്രി ഉടമസ്ഥന്മാർക്ക് അനുകൂലവുമായിരുന്നു. പ്രത്യേകിച്ച് മലയാള മനോരമ, അന്ന് അച്ചടി മാധ്യമങ്ങളുടെ കാലമാണ്. മലയാള മനോരമ വിശേഷിച്ചും അവരുടെ ചാനലും പത്രവും നഴ്സുമാരെയും അവരുടെ സംഘടനയും പരിഹസിച്ചുകൊണ്ടും ഈ ആശുപത്രി ഉടമസ്ഥന്മാരുടെ സംഘടനകൾ എണ്ണി പറഞ്ഞുകൊണ്ടും നിരവധി സ്റ്റോറികൾ കൊടുക്കും. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഈ നഴ്സുമാരെന്ന് ചോദിച്ചാൽ ഈ പത്രം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ജോലിയുള്ള നഴ്സുമാരോ, അല്ലെങ്കിൽ PVS-ൽ ജോലിയുള്ള നഴ്സുമാരോ, ലിസിയിലോ ലൂർദിലോ ജോലി ചെയ്യുന്ന നഴ്സുമാരോ, അനന്തപുരി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരോ മാത്രമല്ല, ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും UK-യിലും അമേരിക്കയിലും ജോലി ചെയ്യുന്ന നഴ്സുമാർ വരെ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അങ്ങനെ നഴ്സുമാരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, നാളെ മുതൽക്ക് നമ്മുടെ വീട്ടിൽ മനോരമ പത്രം വരുത്തേണ്ടതില്ല എന്ന്. അപ്പോൾ ഇവരുടെ പ്രായമായ മാതാപിതാക്കൾ മുറ്റത്തിറങ്ങിയെന്ന് പിറ്റേ ദിവസം ഏജന്റ് വരുമ്പോൾ ഏജന്റ് നാളെ തൊട്ട് മനോരമ ഇവിടെ വേണ്ട കേട്ടോ, അമേരിക്കയിൽ നിന്ന് മകള് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനി മേലിൽ വീട്ടിൽ മനോരമ വാങ്ങിക്കരുത്. അങ്ങനെ വന്നപ്പോൾ മനോരമയുടെ സർക്കുലേഷൻ ബാധിച്ചു. സർക്കുലേഷൻ വേറെ എന്തോ അച്ചായ സഹിക്കും, സർക്കുലേഷനെ ബാധിക്കുന്ന പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ മനോരമ മുട്ടുമടക്കി നഴ്സുമാരുടെ സമര വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. നഴ്സുമാരെ കുറിച്ച് അനുഭാവപൂർണമായ സ്റ്റോറികൾ കൊടുക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം മനോരമയുടെ എഡിറ്റോറിയൽ വായിക്കാൻ കരഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ അടക്കാൻ പറ്റിയില്ല. നഴ്സുമാർക്ക് സകലവിധ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അച്ചായൻ അതിമനോഹരമായ ഒരു എഡിറ്റോറിയൽ അടിച്ചുവിട്ടിട്ടുണ്ട്. നിങ്ങൾ വായിക്കണോ എന്ന് എനിക്ക് 2 ദിവസം മുമ്പാണ്. മാലാഖമാരെന്ന് വിളിച്ചാൽ മാത്രം പോരാ എന്ന് പറയണം അതിൻ്റെ ഹെഡിങ്. ഈ നഴ്സുമാരെ ഭൂമിയിലെ മാലാഖമാരെന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കും, അവരുടെ ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് മനോരമ പത്രാധിപൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ മനോരമയ്ക്ക് പോലും മാനസാന്തരം ഉണ്ടായി. ഈ ശിലയെ വലിഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെയാണ്. ശിലാഹൃദയന്മാരായ കോട്ടയം ആച്ചായന്മാർ നടത്തുന്ന സ്ഥാപനമാണ് മലയാള മനോരമ. അവർക്ക് പോലും മനസ്സിന് അലിവുണ്ടായി. കാരണം സർക്കുലേഷൻ കുറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. ഏതായാലും ഇപ്പോഴും ആശുപത്രി ഉടമസ്ഥന്മാർക്ക് വലിയ അലിവൊന്നും സംഭവിച്ചിട്ടില്ല. അവർ സർക്കാർ പ്രഖ്യാപിച്ച മിനിമം ബേസ് പോലും കൊടുക്കാതെ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് എന്തെങ്കിലും അനുകൂല ഉത്തരവ് കിട്ടുമോ എന്ന് നോക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ നഴ്സുമാർ സമരപാതയിലാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് പഠിക്കാൻ വലിയ സമരം ഉണ്ടായി. ഇപ്പോൾ അത് പല ആശുപത്രികളിലും പഠിക്കാൻ പത്തിട്ട സമരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാനായ മരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി യുവരാജാവുമായ സഖാവ് പിണറായി റിയാസ് എന്നല്ല, അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് റിയാസിനെ ഈ നഴ്സുമാർ കൂവി വിളിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. ഭയങ്കരമായിരുന്നു. റിയാസ് സഖാവ് ഒരു തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്തിങ്ങനെ നഴ്സുമാരുടെ സമരപ്പന്തലിലും പിടികൂടി വരുമ്പോൾ, ഒരു സമരമാണല്ലോ, തൊഴിലാളികളാണല്ലോ, അധ്വാനിക്കുന്ന വർഗമാണല്ലോ, ഇടതുപക്ഷം എന്ന് പറഞ്ഞത് എപ്പോഴും അധ്വാന വർഗത്തോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ എന്ന് കരുതി റിയാസ് സഖാവ് തനത് ശൈലിയിൽ പുഞ്ചിരിച്ച് അവർ നോക്കി കൈവീശി അഭിവാദ്യം ചെയ്യാൻ ശ്രമിച്ചു. ഇത് കണ്ട്
നഴ്സുമാർ പ്രകോപിതരായി. അവർക്ക് റിയാസ് ആരാണെന്നോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ കിട്ടിയ ആളാണെന്നോ ഒന്നും അറിയില്ല. കാരണം നഴ്സുമാരല്ലേ, അവർക്ക് രാഷ്ട്രീയ പരിജ്ഞാനം താരതമ്യേന കുറവാണ്, ലോകപരിചയം തന്നെ കുറവാണ്. അവർക്ക് ആകെ ആശുപത്രി പരിചയം മാത്രം. അവർ നോക്കിയപ്പോൾ നല്ല വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരനോട് സുമുഖൻ നമ്മുടെ ഈ ധർണയെ നോക്കിയിട്ട് കൈ വീശി അഭിവാദ്യം ചെയ്യും. മിക്കവാറും ആശുപത്രിക്കാരുടെ വല്ല ഏജന്റും ആയിരിക്കും, അല്ലെങ്കിൽ പിണയാളായിരിക്കും എന്ന് ധരിച്ച് ഇവർ ഈ പിണറായി വിജയന്റെ മരുമകനെ മുക്തകണ്ഠം കൂവി എന്നുള്ളതാണ്. കൂക്ക് വിളി എന്ന് വെച്ചാൽ നല്ല മധുര മനോഹരമായ കൂക്ക് വിളിയാണ്. പുള്ളി അത് അർഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ കൂവിയ രീതി വെച്ച് നോക്കുമ്പോൾ കുറച്ച് കടന്നുപോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2011-12 കാലത്തെ സമരമാണ്. ആ സമരം നടക്കുമ്പോൾ മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പള്ളി ആശുപത്രിയുടെ മുമ്പിൽ ഈ നഴ്സുമാരും പാവപ്പെട്ട പെൺകുട്ടികൾ ഇങ്ങനെ സത്യാഗ്രഹിക്കുക. അതിൻ്റെ മുമ്പിൽ കൂടി വൈദികരടക്കം ലോഹധാരികളായ വൈദികരും ശിരോവസ്ത്രധാരണികളായ കന്യാസ്ത്രീകളും അടക്കം ഒരു സംഘം ആളുകൾ ആശുപത്രിയെ സംരക്ഷിക്കും, പള്ളി ആശുപത്രിയെ തൊട്ട് കളിക്കരുത്, തൊട്ട കൈ പൊള്ളും എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജാഥയായിട്ട് വരികയാണ്. ഇത് കണ്ട് ഈ നഴ്സുമാരല്ല കൂഹിയത്, അവിടെ ഉണ്ടായിരുന്ന ചില ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് സഹിച്ചില്ല. അവർ ഈ വിരുദ്ധ സമരക്കാരെ കൂവി. ഒരാൾ കൂവി എന്ന് കൂവിപ്പോൾ അടുത്ത നാൾ കൂവി. അപ്പോൾ എന്ത് വെച്ചാൽ അവിടെ ബസ് കാത്ത് നിന്നിരുന്ന സകല ആൾക്കാർ കൂവി. അങ്ങനെ അപ്പം നഴ്സുമാർ കൂവി, അപ്പുറം ഇപ്പുറമൊക്കെ കടയിൽ നിന്നിരുന്ന ആൾക്കാർ കൂവി. ചുരുക്കി പറഞ്ഞാൽ ഈ സമരം നടത്തിയ വൈദികരും കന്യാസ്ത്രീകളൊക്കെ നാണിച്ച് ചരഞ്ഞ് ഊടുപാടായി. അതിലൊരു ചെറിയ ചളിപ്പ് കൂടി പറ്റി. അന്ന് മിക്കവാറും മാധ്യമങ്ങളും സമരത്തിനെതിരായിരുന്നു, നഴ്സുമാർക്ക് എതിരായിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഡോക്ടർ M.K. മുനീറിന്റെ ഡോക്ടർ M.K. മുനീറിന്റെ ഇന്ത്യ വിഷൻ ചാനൽ സമരത്തിന് സകല പിന്തുണ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഇതെടുത്ത് പ്രൈം ടൈമിൽ കാണിച്ചു. ഇതാ സോ മാനേജ്മെന്റിനെ നഴ്സുമാർ കൂവുന്നു, നാട്ടുകാർ കൂവുന്നു, ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൂവുന്നു, ബസ് നിൽക്കുന്ന ആളുകൾ കൂവുന്നു. ആ കൂക്കുവിളിയുടെ സൗന്ദര്യം കേൾക്കൂ, കൂക്കുവിളിയുടെ സംഗീതം കേൾക്കൂ എന്ന് പറഞ്ഞ് അത് ടെലികാസ്റ്റ് ചെയ്തു. മാത്രമല്ല നമ്മുടെ PT നാസർ അവതരിപ്പിച്ചിരുന്ന, നാസറാണോ അതോ ജോർജ് പുളിക്കനാണോ ആ സമയത്ത് ഇന്ന് ഓർക്കണില്ല, ഏതായാലും പൊളിറ്റിക്സ് പരിപാടിയിൽ ഈ കൂക്കുവിളി കാര്യമായിട്ട് അവതരിപ്പിച്ചു. അതോടുകൂടി നാണം കെട്ട മാനേജ്മെന്റ് സംഗതിയെ സലാമത്താക്കി എന്ന് മാത്രമല്ല നഴ്സുമാരുടെ ശമ്പളം കൂട്ടി ഉത്തരവിറക്കിച്ചു. അങ്ങനെ കൂക്കുവിളി കൊണ്ട് ചില ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള സമയത്താണ്. ഏതായാലും മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂവിയ നഴ്സുമാരെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ അവകാശ പോരാട്ടത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കും.